ഞങ്ങൾ വണ്ടിയിൽ ഒന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു മീൻ കണ്ട് പെട്ടെന്ന് അത് നിർത്തിയത് രണ്ടെണ്ണം കൂടെ വാങ്ങാൻ വേണ്ടിയുള്ള പോക്ക. നടന്നു അത് 250 രൂപ. എനിക്കത് ഇഷ്ടപ്പെട്ട. ഇത് എത്രയെന്ന് പറയാനില്ലേ? ഒരു കിലോ 100 രൂപ. പിന്നെ ആ മീനും കൂടെ മേടിക്കട്ടെ. ഏതാ? ചെറിയ മീനും കൂടെ. അത് വാങ്ങിച്ചാൽ 1/2 കിലോ. വരല് വരല്. നമ്മളിന്ന് വാങ്ങിച്ച മീന് പരലാന്ന് പറഞ്ഞത്. വരലാണ്. അതിന്റെ തന്നെ നമുക്ക് ആപ്പാടെ ഇട്ട സ്ഥലം ഇതാ. വള്ളത്തി ഉണ്ട്. അടുത്തത് ഇത് പക്ഷെ നമുക്ക് ഞങ്ങളോട് അത്ര ഇല്ല. ഇത് വരാൽ കണ്ണൻ എന്ന് പറയും. ഇത് ശരിക്കും വലിയ മീനൊക്കെ എൻ്റെ ആങ്ങള ചൂണ്ടയിട്ടൊക്കെ എനിക്ക് പിടിച്ചു തരാറുണ്ട്. ശരിക്കും വലുത് 2 കിലോ 3 കിലോ സൈസൊക്കെ ഉള്ള 2 കിലോ ഉള്ളതൊക്കെ മേളിലൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. പക്ഷേ അവനെപ്പോഴും പറയും ചെറുതിനാ ടേസ്റ്റ്, ചെറുത് കഴിക്കണം ആ ടേസ്റ്റ്, വലുത് കഴിക്കണതിന് അത്ര ടേസ്റ്റ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഞാനിന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും വലുതവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാനത് വാങ്ങിയില്ല. ഞാനടുത്ത് ഇത് വാങ്ങിക്കാം. അവനെപ്പോഴും അതങ്ങനെ പറയുന്നുണ്ടല്ലോ. അവനൊത്തിരി അവനവിടെ വളർത്തുന്നൊക്കെ ഉണ്ട് അവർ. അപ്പോൾ വലുതൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തന്ന് ഇത് മേടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ വലുതുണ്ടായിട്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കാര്യം മേടിച്ചില്ല. ഇതാണ് മേടിച്ചത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അടിയൊക്കെ അപ്പോൾ ഇതേ നമ്മുടെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ആ പരല് കിട്ടിയത്. പിന്നെ ഇതാ നമ്മുടെ വരാക്കണ്ണൻ. ഇത്രയൊക്കെ നടക്കുള്ളൂ ഇവിടെ. ക്ലീൻ ആയില്ലെന്നൊന്നും ആരും പറയില്ലേ. പിന്നെ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് കവറൊക്കെ ഒന്ന് കഴുകി വെക്കുക. അതിപ്പോൾ സ്ഥിരം അങ്ങനെയാണ്. ആ മീൻ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം അത് അപ്പം തന്നെ കഴുകി വെക്കും. പിന്നെ ദാ അരച്ചു. തേങ്ങയും മുളകും കുറച്ച് മഞ്ഞളും കൂടെ അരച്ചത് നല്ലതായിട്ട് അരക്കണം കേട്ടോ. അരച്ചത് പരലിലേക്ക് ചേർത്തു. പിന്നെ പുളിയിട്ടു, പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അതവിടെ അടച്ചു വെച്ചു, സെറ്റാക്കി വെച്ചു. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വെന്ത് നല്ല അടിപൊളിയാവട്ടെ. തിളച്ചൊക്കെ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനതിനങ്ങനെ ആ രീതിയിലാണ് വെച്ചത്. പിന്നെ നമുക്ക് അടുത്തത് വരാൽ വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. വരാൽ സാധാരണ പാലിലൊക്കെ തേങ്ങാപ്പാലിലാണ് വെക്കാറുള്ളത്, അല്ലെങ്കിൽ തേങ്ങ അരച്ചൊക്കെ വെക്കാറുണ്ട്. ഇന്ന് മുളകിൽ വെക്കാം. പിന്നെ നമ്മുടെ ആ പരല് തിളച്ചപ്പോൾ ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇടയ്ക്ക് പോയിട്ട് അങ്ങനെ വേപ്പില ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഉലുവ പൊട്ടുമ്പോൾ ഇത് വരാലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉലുവ പൊട്ടിയപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി, പിന്നെ സവാള കൊത്തി അരിഞ്ഞതും, പിന്നെ ഇച്ചിരി പച്ചമുളകും കൂടെ വേപ്പിലയും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ട് വാട്ടിയെടുത്തു. നന്നായിട്ട് വാടി വന്നപ്പോഴാണ് മഞ്ഞളിട്ട് കൊടുത്തത്. മഞ്ഞളും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചാൽ മതി. പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ. അപ്പോൾ എന്തായാലും മീൻകറി വെക്കണേ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ പുളിവെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ ആ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു. അത് നന്നായിട്ട് വറ്റി അത് നല്ലൊരു പാകമായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ബാക്കി ഒരു ചൂടുവെള്ളം കൂടി, കുറച്ച് ചൂടാക്കിയ വെള്ളമാണത്, അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ വേഗം തിളച്ച് കിട്ടും. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് എന്നിട്ട് അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല തിളയി കഴിയുമ്പോൾ മീൻ പെറുക്കിയിടാം. അപ്പോൾ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി, ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കറക്റ്റാവും. അപ്പോൾ അതിനകത്തേക്ക് മീൻ പെറുക്കിയിടാം. നേരത്തേക്ക് എൻ്റെ അമ്മയൊക്കെ ഡയറക്റ്റ് ആദ്യമേ തന്നെ അങ്ങോട്ട് വെക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പം ഇങ്ങനെയാണ് നമ്മളൊക്കെ വെക്കുന്നത്. ഇതൊരു ശീലമായിപ്പോയി. അത് തിളച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തിളച്ചു. അപ്പോൾ അവിടെ നിന്ന് വറ്റട്ടെ. കറി റെഡിയായി. ഞങ്ങൾ കഴിക്കാൻ എടുക്കുവാണേ. ശാന്തേട്ടനെ കൊടുക്കണം. ശാന്തേട്ടൻ്റെ ആ മുഖഭാവമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്. ഇവിടെ നല്ല മഴയായതുകൊണ്ടേ ഷീറ്റിലൊക്കെ വെള്ളം വീഴുന്ന ഭയങ്കര സൗണ്ട്, ഒന്നും കേൾക്കില്ല പറയണത്. അത് കാരണം പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്തതേ.
അപ്പോൾ അതല്ലാതെ പറ്റില്ല. ഇടയ്ക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ രക്ഷയില്ല. ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ട സൂപ്പറാന്ന് പറയണേ. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പരല് കൊടുക്കാം ഇനി. തേങ്ങ അരച്ചിട്ട് രണ്ടും ടെസ്റ്റ് അടിക്കാം. അത് പക്ഷേ ചോറ് വെക്കാം. കാണുമ്പോൾ തന്നെ അറിയാലോ അത് ഒരു രക്ഷയില്ലെന്ന്. അത്രയും ഏതാ ഇഷ്ടപ്പെട്ട? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ തേങ്ങ അരച്ച് വെച്ചില്ലേ, അത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. മരിച്ചു വെച്ചോട്ടെ മീനെ. പരല് മീനാ നാട്ടിലൊക്കെ പണ്ടത്തെ കൊച്ചിയിലൊക്കെ ചൂണ്ടയിട്ട് പിടിച്ച്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ നാട്ടിലിതില്ല. ഒരു രക്ഷയില്ലാട്ടോ, ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. ഓക്കെ, പറയാമേ എത്ര ഒന്നുമില്ല. പള്ളത്തി വയ്ക്കുന്ന സമയത്ത് പള്ളത്തി ഉണ്ടാവും. തപ്പൻ്റെ ഒരു നാളെ തരാം. ഇല്ലാതെ മൊത്തം അലമ്പാവുമായിരിക്കും. കിട്ടില്ല. അത് പതിയെ എടുത്തെടുത്ത് വരുമ്പോഴേ നാളത്തേക്ക് തരാം.